അപ്പൊ നമ്മളെ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നിന്നതാണ്. വല്യമ്മ ഉണ്ട്, ആനുണ്ട്, ഇതാക്കണ ഒരു വിധം ടീമുകൾ മൊത്തം ഉണ്ട് കേട്ടോ. എടുത്തിക്കണം, എല്ലാരും എടുത്തിക്കണം. റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വല്യമ്മയൊക്കെ കണ്ടോ, പ്രകൃതിയോട് രമണീയമായി, പ്രകൃതിയോട് അടുത്ത് കഴിഞ്ഞു. അരിച്ചാലിലേക്ക് ഇപ്പൊ മൂന്തി കുത്തി പോകട്ടെ അല്ലേ വല്യമ്മ? അപ്പൊ ഗൈസ് നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടെ കുറെ ആൾക്കാർ നടന്ന് 1 കിലോമീറ്റർ നടക്കേണ്ടാണ് പോലെ വണ്ടി എടുത്താണ് പോകുന്നത്. അതായത് അത്രയും എന്തൊക്കെ വയസ്സാം കാലത്ത് വരാൻ വേണ്ടാത്ത പണിക്ക് കുറച്ച് ആൾക്കാരെ നന്നാക്കാണ്ട് കുഞ്ഞോളെ ഓരോ വ്യക്തികൾക്ക് ഫ്രീഡം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ. സാമ്പാറുണ്ട്, ജിബ്രാനാണ്. ദോശ എടുത്ത അവിടെ ഇവിടെ എന്താണ് കുറവുള്ളത്? എന്നാ അവിടെ പോയി എടുത്ത് കുടിച്ചോളിട്ടോ. അപ്പൊ നമ്മുടെ മാന അറബി ഒരു പെണ്ണ് കെട്ടിയിട്ടുണ്ട് പുതിയതായിട്ട്. എന്തിനാടാ പാകത്തിനാണ്. അപ്പൊ നമ്മള് സൗദിന്ന് കൊണ്ടുവന്ന കേട്ടോ. അതായത് മാന അവിടെ ഹൗസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തതിന് അങ്ങനെ ഞങ്ങൾ കസവ പാരഡൈസിൽ നിന്നും വെക്കേറ്റ് ആവുകയാണല്ലേ കുഞ്ഞോളെ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ അല്ലേ? ഇന്നലെ ഞങ്ങളേ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് എപ്പോഴാ നീച്ചേ? 1 മണി 2 മണിക്കൊക്കെ അട്ടപ്പാരക്ക് എല്ലാരും സ്വിമ്മിംഗ് പൂളിൽ ചാടി കുത്തിരിക്ക. കിട്ടിയോ? ആണ് കാണാനല്ല അറിഞ്ഞാണ്ടേ. ഞാനൊരു കയ്യിൽ ഷൂസും മൈക്കും ബാഗും. എന്നോട് കനല്ലാത്ത ബാഗേജ് എടുക്കണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞു. കാരണം എനിക്ക് വേറെ എടുക്കാണ്ട് എഴുതിയിട്ടാണ്. അപ്പൊ പിന്നെ എനക്ക് അതന്നെ വേണം. കൊറേ ഇതായിക്കോട്ടില്ലേ. അപ്പൊ ഗൈസ് അങ്ങനെ കസവ പാരഡൈസിന്റെ ഇതിലൂടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുഞ്ഞോളെ അതേപോലെ നോക്കൂ ഗൈസ്, ഇഷ്ടം പോലെ കിളികൾ. ഇവിടുത്തെ ഫാമിന്റെ ഒക്കെ പ്രത്യേകത ആണ്. അതായത് ഇതിലൊക്കെ ഇഷ്ടം പോലെ താറാവുകളും അരയന്നങ്ങളും. പിന്നെ ഇന്നലെ ടർഫിൽ കളിച്ച് കുറേ നേരം അല്ലേ, ഒരു 1.5 മണിക്കൂർ ടർഫിൽ കളിച്ച്. ആക്ടിവിറ്റീസ് ഒരു ദിവസം നിന്നാ തികയൂല. പിന്നെ അവിടെ റൂമിലൊക്കെ ആൾക്കാരുണ്ട്. ഓലൊക്കെ ഇങ്ങനെ മടങ്ങാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ പിടിച്ചാൽ ജന്ന പിടിച്ചാണ്. അമ്മച്ചിനൊക്കെ ഇഷ്ടം പോലെ സാധനം ഉണ്ട് കേട്ടോ, എല്ലാവർക്കും തരും. അബ്രോ അടുത്തതായി അബ്രോ നമുക്ക് ഇവിടെ ഗെയിം സ്പോട്ടുകൾ കാണിക്കാണ്ട്. ഇങ്ങോട്ട് പോരണമെന്നില്ല കുഞ്ഞോളെ, ഇടങ്ങാറായി കാരണം. അപ്പൊ ഗൈസ് ഇവിടെ ഇഷ്ടം പോലെ ഗെയിമിങ് സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ. കുട്ടികളെയും ഫാമിലിനൊക്കെ കൊണ്ടുവന്നാണ്ടല്ലോ. കണ്ടോക്കാണ്, ഇത് മറ്റേതാണ് ഹമ്പേണേ. ഇങ്ങനെ ഹമ്പ് ചെയ്താണ്ട് ഷൂട്ട് നോക്കുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കോർട്ട്. ബാ അതേപോലെ ക്രിക്കറ്റ് കളിക്കണവർക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഏതാ അവിടെ നിട്ടി അവിടെ മക്കോട്ടി അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കോട്ടി അറിയണത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ തിന്നാം. ആ റംബുട്ടാൻ തിന്നണത് തിന്നണതാ, മക്കോട്ടി അല്ല. പിന്നെ ഇവിടെ ഫിഷ് സ്പാ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ നമുക്ക് രാവിലെ ജിമ്മിന് വരേണ്ടവർക്ക് ഇതാക്കുന്ന ഒരു ഓപ്പൺ ജിമ്മ് ഇവിടെ സെറ്റാണ്. പിന്നെ കിഡ്സിന് കളിക്കാനുള്ള കുറേ പാർക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ബാ ഇതിൽ കൂടെ വാങ്ങി. നമ്മൾ ഈ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോഴേ ഗെയിമിങ് സ്പിരിറ്റിലെ ആൾക്കാരേക്കാരം അധികം ആൾക്കാർ. അപ്പോൾ ഓൽക്കൊക്കെയാണ് ഇത് ഇരുന്നുകാണ്ടേ ഗോളടിക്കണ സംഭവമാട്ടത്. 2 ആൾ അപ്പുറത്ത് ഇരുന്നിട്ട് പന്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഗോളായാലും ഒരു ജയിക്കും. കാലുകൊണ്ട് മാത്രം നടക്കാൻ പറ്റും. പിന്നെ അവിടെ മറിയമ്മ ടീമിനുള്ള കാരം ബോർഡ് ഇവിടെ ഉണ്ട്. ഇബ്രുവിനൊക്കെ ഇഷ്ടപ്പെട്ട കളിയാണ്. അതായത് എല്ലാവിധ ഗെയിംസും. ഇത് പിന്നെ സിധുവിനൊക്കെ പറ്റിയ ഇടിമന്ത് ഫുട്ബോൾ.
ഇടിമന്ത് ഫുട്ബോൾ എന്നാണ് പറയുക. കാരണം കൈകൊണ്ടാണ് ഇത് ഫുട്ബോൾ കളിക്കുക. ഗോളാകാൻ അയക്കാൻ പാടില്ല. ഇതോടെ ഇങ്ങനെ നീക്കിയിട്ട് പിന്നെ അതേപോലെ ഇഷ്ടം പോലെ ഇതാ ചെസ് കളിക്കേണ്ടവർക്ക് ചെസ് കളിക്കാനുള്ളത്, പാമ്പും കോണിയും കളിക്കേണ്ടവർക്ക് പാമ്പും കോണിയും കളിക്കാൻ. പിന്നെ അതേപോലെ ഇതാ അതൊക്കെ ചെസ് കളിക്കണ ബോർഡാട്ടോ. ഇതിവിടെ ലുഡോ ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാ ഇതെന്താണ്? അത് മറ്റേ രാജാവും റാണി. ഇത് പിന്നെ നമ്മളെ കട്ടക്കളി അല്ലേ? അവതന്നെ ഇഷ്ടപ്പെട്ട കളിയാ. ഡൊമിനോസ്. പിന്നെ ഇവിടെ പാർക്ക് കാര്യങ്ങളൊക്കെ കണ്ടില്ല നിങ്ങള്? ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ. അതായത് ഇതൊരു വിശാലമായിട്ടുള്ള പാർക്കാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. വാ ഫോട്ടോ എടുക്കാനല്ല, വ്ളോഗ് എടുക്കാണ്. എവിടെയാണ്? വേടുത്ത് വാ. അങ്ങനെ ഗൈസ്, അപ്പോൾ കുടുംബക്കാരും വല്യന്മാരും മരമയൊക്കെ ആണ് അതിൻ്റെ ഊഞ്ഞാലുമ്മ കയറിന്. ഗൈസ് ഇത്രയും വയസ്സായിട്ട് ഇറങ്ങാൻ കഴിയണില്ലേ? ആ കയ്യാടെ കൊടുക്കണോ ചോദിക്കോ. അപ്പം ഗൈസ് നമുക്ക് വല്യന്മാരും വല്യപ്പാരും പിന്നെ കുടുംബക്കാരും കൂട്ടക്കാരും എല്ലാവരെയും കൂട്ടിയിട്ടൊരു സൂപ്പർ ട്രിപ്പ് പോരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ വാണിയമ്പലം കസവ പാരഡൈസിലേക്ക് പോരോ? അല്ലേ കുഞ്ഞോളെ? ആക്ടിവിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഓരോ പിന്നാലെ നടക്കണ്ട. ഒക്കെ ഒരു വലന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ആയിക്കോട്ടെ കയറ്റി വിട്ടാല് അവിടെ പോയിക്കോളും. യമ്മുവിന്റെ എവിടെ? ഫ്രിഡ്ജിലോ? യമ്മുവിന്റെ കോഴിമുട്ട ഉണ്ട് കേട്ടോ ഗൈസ്. യമ്മുവിന്റെ കോഴിമുട്ട. പിന്നെ ഇവിടെ രാവിലെ തന്നെ കണ്ടങ്ങള് ഒരു ഇതിന്റെ വൈബേക്കാരൻ. പെരീത്തെ നേരം വെളുത്ത മാതിരി പെരിയില് നേരം വെളുത്ത മാതിരി ഫുള്ള് കൊക്കര. അപ്പൊ ഗൈസ് ഇതിൽ കണ്ടങ്ങള് നിറയെ പക്ഷിക്കുഞ്ഞുങ്ങൾ, അതേപോലെ ഓന്തിന്. ഇപ്പൊ ഈ ഓന്തിന് എന്തോ പറയില്ല, ഇങ്ങനെ വലിയ ഓന്തിന്. ഇത് നമ്മൾക്ക് വേണമെങ്കിൽ പോയ ഒരു കയ്യും കൂടെ കച്ചിലൊക്കെ ചെയ്യും. കിളിന് മേത്ത മേത്തശ്ശേനിയോ? ഇജ്ജത്ത പോരുന്നില്ലേ? ആര്? എവിടെ മുത്തുന്നിട്ട്? നടക്ക് തന്നെ. കൈ ഇതാവുണ്ടോ? എന്റെ ഷൂ പിടിച്ചുമ്പോഴത്തേനൊക്കെ കൈ ഇതാവുണ്ടോ? ഉണ്ടോ? എന്തേ വെയിറ്റ് അല്ലേ? അങ്ങനെയൊക്കെ തന്നെ റീൽസിൽ രസം ഉണ്ടാക്കി അല്ല ഗൈസ്. ഇപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ ഈസി ആയിട്ട് അടക്കുമ്പോൾ ഓളെ വിചാരം ഞാൻ ചൊറുക്കിന് പിടിച്ചതാണെന്ന്. അവിടുന്ന് ഞാനാണ് ഇങ്ങോട്ട് എടുത്തോണ്ടത്. എന്തിനാ റാഷിദ് നോണ പറയണത്? ഞാനാണത് അവിടുന്ന് ഇങ്ങോട്ട് കൊടുന്നത്. ഈ റൂമിൽ ഇതൊക്കെ പറ്റും. അതിന് പേപ്പർ വേസ്റ്റ് ആണ്, അത് എടുക്കൂട. പറയാൻ പറ്റൂലോ ചിലപ്പോ. ഞാൻ പ്ലാസ്റ്റിക് കവറിങ് ഉണ്ടാവും. പേപ്പർ വേസ്റ്റ് ഇടിപ്പിച്ചിട്ട് ഇതിലൊക്കെ മീനാളുണ്ടാവില്ലേ? അറിയില്ല കേട്ടോ. അതില് മീനോട് ഞാൻ നിൽക്കില്ല അറിയാന്. വേഗം ഔദക്കുഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. ഔദക്കുഞ്ഞിനെ ആകെ ഒരു പണിയോള് കൊടുത്തിട്ട് 2 ഷൂ പിടിച്ചാണ്. ഓന്റെ ഷൂ പിടിച്ചാന് എക്സ്ചേഞ്ച് ഓഫർ ആണോ? ഇതൊക്കെ എത്ര അതിനെ മസിലും കാട്ടി നടക്കണേ? കുഞ്ഞോള് ബാഗ് കാട്ടി വേണ്ട. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അവളെ അടങ്ങാറാക്കാൻ. അല്ലെങ്കിൽ ഞാൻ അവളെ അടങ്ങാറാക്കും. വെയിറ്റ് ഇല്ലേ പിന്നെ അടങ്ങാറല്ലല്ലോ അല്ലേ? അപ്പൊ ഗൈസ് നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടെ കുറെ ആൾക്കാർ നടന്ന് 1 കിലോമീറ്റർ നടക്കേണ്ടാണ് പോലെ വണ്ടി എടുത്താണ് പോകുന്നത്. അതായത് അത്രയും പന്തളിയിൽ പരിക്ക് പറ്റിയത്. അതാണ് അത്യാവശ്യ സർവീസ് ആണ്. അത്രയും വിസ്തൃതിയാണ് പാർക്കിന് എന്നാണ് നമ്മളെ ഈ റിസോർട്ടിന് എന്നാണ് അതിന്റെ അർത്ഥം. ബൈക്കും കൊണ്ടൊക്കെയാണ് ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിൽ പോവാണ്. കുറെ ആൾക്കാർ വരുന്നുള്ളൂ കേട്ടോ. ഒക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ അല്ലേ? അങ്ങനെ വന്നോളൂ കേട്ടോ. ആണോ? അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വല്യമ്മയൊക്കെ കണ്ടോ? പ്രകൃതിയോട് രമണീയമായി
പ്രകൃതിയോട് അടുത്ത് കഴിഞ്ഞു. അരിച്ചാലിലേക്ക് ഇപ്പൊ മൂന്തി കുത്തി പോകട്ടെ അല്ലെ വലിയ പ്രകൃതിയിലേക്ക് അടുത്തന്നെ ഒരു ഉമ്മ മൂന്തി കുത്തി പോകാൻ പോയിക്കാണ്ടേ അല്ലെ വലിയ എന്തെങ്ങളെ അവസ്ഥ ട്രിപ്പ് പോന്നിട്ട് ഈ വയസ്സാം കാലത്ത് അതെത്തിറക്കും ഇന്ത്യയിലല്ലോ അങ്ങോട്ട് റബ്ബർ തോട്ടത്തിൽ പോണേ വലിയമാക്ക് പഴിച്ചിട്ട് സ്ഥലം മിന്നുണ്ടേ അല്ലേ അല്ലെങ്കിൽ കയറ്റണ എവിടെയാണ് ചാവി ഒരു കറുപ്പ അവിടെ റൂമിലുണ്ടേ ഞാൻ പോകുമ്പോഴൊക്കെ ഉണ്ട് അവിടെ ക്ലീനിങ്ങാർ കയറിട്ടോ അപ്പൊ അവിടെ ഞാൻ എൻ്റെ വാച്ചാണ് എഴുതിക്കണതേ ഞാനൊരു 10,000 വട്ടം ഇറങ്ങണം എല്ലാവരും എന്തിനാണ് ജി അർജന്റ് കുട്ടിയാണ്ട് ഞാൻ പോവുകയാണ് പറഞ്ഞേ വേണ്ട റിസോർട്ട് പറഞ്ഞേ ഞാൻ സൈക്കോളജി കൗൺസിലിംഗ് പഠിക്കാൻ പോവുകയാണ് ഗൈസ് മലപ്പുറത്തേക്ക്. എന്തൊക്കെ വയസ്സാം കാലത്ത് വരാൻ വേണ്ടാത്ത പണിക്ക് പോടായിരുന്നു ചാകരത്തെ കേസായിട്ടുള്ളൂ. കുറച്ച് ആൾക്കാരെ നന്നാക്കാണ്ട് കുഞ്ഞോളെ പോലെ ഓരോ വ്യക്തികൾക്ക് ഫ്രീഡം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മേലാൽ ഈ ഏരി കൂടെ കണ്ട ഒരു ആ ക്ഷീണല്ലോ ഓട്ടോറിക്ഷ കയറിക്കോളൂ വേണ്ട ചിലപ്പോ കയറൂല അങ്ങോട്ട് പോര്. അപ്പൊ ഗൈസ് വല്യമ്മക്ക് ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ നമ്മള് വല്യമ്മാന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഏത് ആടെ നോട്ടെ മടങ്ങും പടുക്ക ഒരമ്മായി ബുദ്ധി കളിച്ചു കഴിച്ചു. ഞങ്ങളാണ് പേര് ആയിക്കൂടി തന്നെ പേരേക്ക് പോകേ നല്ല അതിന്റെ മേലെ ഇച്ചാണ് വിയർപ്പായി കളി. ഈ ഹട്ട്സിന്റെ ഒരു സിനിമാറ്റിക് ഷോട്ട് എടുക്കണം കേട്ടോ ഓരോന്നൊക്കെ പാടിയിട്ട്. ഗൈസ് ഇവിടെ വന്നാൽ മെച്ചെന്താ വെച്ചാല് ഒട്ടകം കൂടി ഉണ്ട് കറക്റ്റ് ഗൾഫായി. കാരണം അത്രക്ക് ഈത്തപ്പനമാരാണ് ഇവിടെ അല്ലേ ഞങ്ങളെ ഇബ്രാഹിമ. എന്തിനാണ് ഈ വേണ്ടാത്ത പണിയെടുക്കുന്നത് ഇബ്രാഹിമ? അതെന്തിനാണ് എൻജോയ്മെന്റിനല്ലേ വന്നിക്കണ് അല്ല പല്ല് പറിച്ചാനല്ലോ. അങ്ങനെ ഗൈസ് അങ്ങനെ നടന്ന് നമ്മൾ അവസാനം റൂമിൽ നിന്ന് കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മള് റെസ്റ്റോറൻറ്റ് ചായ കുടിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം എല്ലാവരും ഇവിടെ നേരത്തെ തന്നെ ഹാജരായ എടാ ഐഷുമ്മ ചെറുത് മിനി മിനി ഇവിടെ ഉണ്ടോ? മിനി ഐഷുമ്മ എല്ലാവരും ഇരുന്നോളി ഇരുന്നോളി ഒക്കെ സെറ്റാക്കി തരും കേട്ടോ. വരിക്ക് നിന്നോളിട്ടോ. പ്ലേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ആരൊക്കെ ചായ വേണ്ടവര് വന്നോളി പ്ലേറ്റ് എടുത്തോളി. എന്നിട്ട് ഒരാള് വിളമ്പാൻ നിന്നോളി. അവിടെ ആ തലക്കന്ന് നിൽക്കുക വരി അവിടുന്ന് ഇങ്ങോട്ട് വരണം വരി ഇവിടെ നിൽക്കല്ലേ പൊട്ടിച്ചല്ലേ ജിപ്പത്തിന് എന്തിനാണ് ഇതൊക്കെ കൊണ്ട് നടക്കുന്നത്? അതിന്റെ ടേബിളിൽ കൊണ്ട് വെച്ച എവിടെയും ഇതോടെ വെക്കല്ലേ ഗൈസ്. ഇനായൊക്കെ നോക്കുകയാണ്. ഇനായൊക്കെ ഫുഡിന് വേണ്ടിയിട്ട് വൈദിക്ക് നിൽക്കുകയാണ്. അത് അതിന്റെ ഇത് ഫുള്ള തുറന്നുവെച്ചാ എന്ത് ഇല്ലല്ല പൊട്ടിച്ചൊന്നുമില്ല. അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. എന്നാ പിടിച്ചോ വേണ്ടേ?
ആ അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ രാവിലെ നീച്ച് ചായ കുടിക്കാൻ പോവാണ്. അപ്പൊ ഇഡ്ഡലി ഉണ്ട്, ദോശ ഉണ്ട്, ചട്ടിനി ഉണ്ട്, സാമ്പാറുണ്ട്, ബ്രെഡ് ഉണ്ട്, കോഴിമുട്ട, ബോയിൽഡ് എഗ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ്, പിന്നെ ബ്രെഡുക്കുള്ള ജാമ്, കാര്യങ്ങൾ, ചായ, കോഫി എല്ലാം സെറ്റാ. അപ്പൊ കുട്ടികളൊക്കെ നമ്മള് വരിക്ക് നിർത്തിയിട്ട് ഒരു ബഫറ്റ് സംവിധാനമാണ് ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. ഓൽക്കേ വേണ്ടതാണ് കൊടുത്താൽ മതി. ആ മുത്തുവിനെയൊക്കെ വിളിച്ചാണ്ടേ കൗണ്ടറിൽ നിർത്തിയത്. മുത്തോടാ ഇപ്പ എവിടെ ആ കൗണ്ടറിൽ അൻസിത ഇവിടെ ആ കൗണ്ടറിൽ നിന്നോട്. എന്താ എനിക്ക് വേണ്ടേ? ഇഡ്ഡലിയാണോ ദോശയാണോ? ദോശ അപ്പാണോ വേണ്ടേ? എന്താ വേണ്ട പറയേ? ഇഡ്ഡലിയോ? നദിക്കൊരു ഇഡ്ഡലി ഇട്ടടി, ഒറ്റ ഇഡ്ഡലി ജിബ്രാനാണ്. തിന്നൂലോ? ഇതിക്കൊരു ദോശ ഇട്ടാ. ജിബ്രാന് കറി കഴിക്കല്ലേ? ചട്ടിനി കഴിക്കണ്ടേ? ഇഡ്ഡലി ദോശ ചട്ടിനി വേണ്ടേ? ഇത് കുറച്ച് കറി കഴിച്ചു. അത് വേണ്ട, സാമ്പാർ വേണ്ട, ജിബ്രാനാണ്. എടാ അപ്പൊരു ദോശ എടുത്താ. വല്യമാക്ക് എടുത്തു കൊടുത്താനിമ്മ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? അസലമായി എടുക്കണ്ട. എന്താണ് ഇപ്പൊ അടന്നോട്ടെ, ഇജ്ജ് എവിടെയും കളയണ്ട, ഇത് കഴിച്ചാ മതി. ഓക്കെ സുഖല്ലേ? പറിച്ചരുത് കേട്ടോ, മൈക്ക പറിച്ചരുത് കേട്ടോ, മൈക്ക പറിച്ചരുത്. ഇനായക്ക് ബ്രെഡും ജാമും കേട്ടോ ഗൈസ്. അത് നീക്ക ഓക്കെ അല്ലേ? അല്ല ഇജ്ജിരുന്നായില്ലേ ഞാൻ കുട്ടികളെ അത് ഇത് പറയുമ്പോ ചോദിച്ചാലും പറയാനൊരു മനസ്സുണ്ടാവൂല. അതിന് ചൂടാണ്, അതിനെന്തിനാണ് ചൂടാണ് ഗൈസ്? ഇപ്പോൾ ചൂടാകുക ഗൈസ്. അങ്ങനെ കുഞ്ഞോളും ടിഷ ബേബിയും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അല്ലേ? ഇഡ്ഡലിയൊക്കെ തിന്നോ? ഇഡ്ഡലി സാമ്പാർ തന്നെ. ഞാൻ ഇഡ്ഡലി സാമ്പാർ ചട്നി. എന്ത് തിന്നാതെ പോകാനായിട്ട് പ്ലാനിങ്. അതായിട്ട് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ റിച്ച് ഫുഡ് ഹോട്ടലിൽ പോയാൽ പോലും കിട്ടൂല. അത്രയും റിച്ച്, എന്തൊക്കെ ഫ്രൂട്ട്സ് വരെ നമുക്ക് ആകെ സെലക്ഷൻ ചെയ്യാൻ തന്നെ സംശയിച്ചു പോകും. അല്ല ഞാൻ റിച്ച് ഫുഡ് പറയുമ്പോ എന്താ നോക്കി, ഇഡ്ഡലി ദോശ തന്നെയല്ലേ? അതായത് വിളമ്പുന്ന രീതിയിലാണ് അതിന്റെ ഒക്കെ കളി. പ്രസന്റേഷൻ ആണ് ഏത് ഫുഡിനെയും ഭംഗിയാക്കുന്നത്, മനസ്സിലായോ? അല്ല ഇത് കോഴിമുട്ട അല്ലെ ഇഡ്ഡലി ഇതൊക്കെ എനിക്ക് സാധാ ഹോട്ടലിൽ നിന്ന് ഇഡ്ഡലി സാമ്പാറും ഇതൊക്കെ ഒരു ഹോട്ടലിനെ കഴിക്കുള്ളൂ. അല്ലെ ഇപ്പൊ ഒരാള് ഒരു വീട്ടില് ഇഡ്ഡലിയും ദോശയും അതിന്റെ കൂടെ ചട്ടിനി ഇതൊക്കെ അതാണക്കി.
ഗൈസ് അപ്പൊ ഇത് നമ്മളെ കുഞ്ഞോക്ക് ഒരു ചായ കൊണ്ടേ കൊടുക്കട്ടെ കേട്ടോ. കുട്ടികളെ ശ്രദ്ധിക്കണ്ട. എന്തിനാ ഒരു ഗ്ലാസ് വരെ ടിഷ കുടിച്ചോളൂ. ടിഷ കോഴിമുട്ടയാണ് ഗൈസ്. നന്നായിട്ട് അണ്ണാക്ക് അവിടെ ഇവിടെ എന്താണ് കുറവുള്ളത് എന്നാ അവിടെ പോയി എടുത്ത് കുടിച്ചോളിട്ടോ. ഓക്കെ ഇവിടെ എന്താ കുറവുള്ളത്? എന്തേ കുറവുള്ള പറയാൻ പേടിയാണ് കേസ് അല്ലേ? എങ്ങോട്ട് ചെയ്യണം നടക്കണത്? എന്താണ് മുസബിയൊക്കെ കഴിഞ്ഞിക്കണേ എന്നാ ജാമാടെ സ്പൂൺ ഉണ്ടാവും. ബ്രെഡും ജാമൊക്കെ ഉമ്മയുണ്ട് കൈകാര്യം ചെയ്യണേ. ഉമ്മയാണ് ബ്രെഡും ജാമൊക്കെ കൈകാര്യം. എന്താണ് നിഷുവിന് എന്താണ്? നിഷുവിന് എന്താണ്? ഫ്രൂട്ട്സോ? ഫ്രൂട്ട്സൊക്കെ അതിനോളൂ കഴിഞ്ഞേ. ഞാൻ മെച്ചിൻ്റെ ഇത് എടുത്തോട്ടോ. സെറ്റല്ലേ? അപ്പൊ ഗൈസ് ഇത് പിന്നെ എങ്ങനെ കുട്ടികൾക്കൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാവുക? അതിലാണേ ഫുള്ളെടുത്താണ്ട് പോയക്കാണേ. ഞാൻ നിങ്ങൾ ഇരിക്കും. ഉമ്മാക്ക് എന്താ വേണ്ടത്? ഓക്കെ 3 ഇഡ്ഡലിയാണ് കേട്ടോ ഉമ്മ കഴിക്കാൻ പോകുന്നതില്ലേ അമ്മ? ഒലിക്കണ്ട. എന്താണ് ബ്രെഡാ? അത് കട്ട് ചെയ്തോ പോട്ടെ. ജാമ അവിടെ ഉണ്ടാവട്ടെ. എന്നാ ജാമ ആയിക്കോട്ടോ. ഇനി തോന്നിട്ട് കഴിച്ചോ. നാളെ ഒരു കല്യാണം ഉണ്ട് ഗൈസ് ഇവിടെ. അപ്പൊ നമ്മൾ കല്യാണം കൂടിയിട്ട് പോകേണ്ടി വരും തോന്നിയോ? അതായത് കല്യാണം സൽക്കാരം. ഇവിടെ അങ്ങോട്ടുള്ളൊരു വ്യൂ കാണിച്ചു കൊടുത്ത്. ഈ ഏരിയയൊക്കെ നൈറ്റിലാട്ടോ ഈ ഒരു മാല ബൾബിൻ്റെ ഒക്കെ ചൊർക്ക് കാണാം. പക്ഷെ ഇന്നലെ രാത്രിയൊക്കെ ചെറിയ ചെറിയ സീനിൽ പെട്ടിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ പാർട്ടി ഹാൾ കേട്ടോ ഗൈസ്. നമ്മളെ ഫങ്ഷനൊക്കെ അത് ഫുൾ AC അല്ലേ അല്ലേ? ഫുൾ AC ആണ്. അതേപോലെ തന്നെ ഏകദേശം 100 എത്ര സീറ്റിംഗ് ഉണ്ട്? 200 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അല്ലേ? നമുക്ക് അത്യാവശ്യം ഒരു 200 ആളെ പ്രോഗ്രാമൊക്കെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് ഫുഡൊക്കെ കൊടുത്ത് ഈ കമ്പനികളുടെ പ്രോഗ്രാമുകളൊക്കെ നടത്താൻ പറ്റിയൊരു സംഭവം കേട്ടോ. അതേപോലെ തന്നെ ഓഡിറ്റോറിയം പോലെ നമുക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ നടത്താൻ എല്ലാം കൊണ്ടും ബെസ്റ്റ് ചോയ്സാണ് ഇത്. പാർട്ടി ഹാൾ മാത്രം കൊടുക്കുന്നുണ്ടോ? അങ്ങനെ കൊടുക്കും. അതായത് നിങ്ങൾക്കൊരു പാർട്ടി ഹാൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ മണിക്കൂറിനനുസരിച്ച് അല്ലേ, ഇത്ര മണിക്കൂറിന് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതും ഇവിടെ എന്ത് ചെയ്യാണ് ലഭ്യമാണ്. അതാ വരുന്നത് ജിബ്രാൻ. എവിടെ ഷൂ? ഓട്ടർഷയില എടുത്ത എന്ത് തട്ടോളി ഇവിടെ ക്യാമറ ഉണ്ടത് ഗായ്സ്. നിങ്ങളോട് ചൂടാ തട്ടിട്ടില്ലേ? നമ്മൾ പറഞ്ഞ മനസ്സിലാക്കണം കമന്റില്. ഐഷമ്മ മൊത്ത ഐഷമ്മ സ്വത്ത് പറഞ്ഞാൽ പിന്നെ അമ്മ പിന്നെ പറഞ്ഞാൽ കേൾക്കുമോ? അപ്പം അമ്മ തട്ടിട്ടില്ല നിങ്ങളോട് ചൂടാവും ഞാൻ. അപ്പോൾ ഗൈസ് ട്രിപ്പ് കഴിഞ്ഞു. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും അഭിപ്രായം പറയുമോ? അതായത് നമ്മൾ കുറേ ദൂരത്തേക്കൊന്നും പോയിട്ടില്ല, അവിടെ അടുത്ത് തന്നെ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സൂപ്പർ സൂപ്പർ. കഞ്ഞിമൂല കല്ലാമൂല ഇഷ്ടപ്പെട്ടില്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ട് അത് പോരെ ഗൈസ്, ജീവിതത്തിൽ ആദ്യമായിട്ട്
അൻഷഫ് മുനിക്കലിന്റെ നേതൃത്വത്തിൽ മറിയമ്മനെ പുറലോകം കാണിച്ചിരിക്കുന്നു. മറ്റേ വെറും ആ ചിങ്കക്കല്ലിൽ ഇങ്ങനെ പൊയിൽ നീന്തി നടക്കല. കല്ലാമുലയുടെ ഇടക്കൊരു എത്തി കൂടെ വരില്ലേ, വഴിയെറ്റിയാണ്ടുള്ളൊരു വരവ് മാത്രം. ഇബ്രാഹിം അല ഏറ്റിലാണ് നീച്ചട. എങ്ങനെ പിന്നെ അവിടെ എത്തിയത്? മുതി കുത്തി മുക്കാനാ? വണ്ടൂരത്തമ്മ ഉണ്ട് ഇവിടെ. വണ്ടൂരത്തമ്മ അൻസിദാന്റെ അമ്മ. എന്താണ് ഇന്നലത്തെ നമ്മളെ ട്രിപ്പും ഈ ഒരു സ്റ്റേ ഒക്കെ പാടെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സൂപ്പറായില്ലേ? നല്ല ഭക്ഷണം, ഉമ്മ ഫസ്റ്റ് ഒന്നും ആവില്ല. നിങ്ങൾ ഫസ്റ്റാ? റിസോർട്ടിൽ പോണത് നിക്കണത് വീട് വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിക്കണ ഫസ്റ്റാ? അതിന് മുനിക്കൽ ഗായ്സ്. അപ്പൊ എന്നാലേ നമ്മളെ ജാസറിലാക്കാനോടൊക്കെ പറയാം ഞങ്ങള് വീട്ടില് കോഴിക്കോട്ടേക്ക് അപ്പൊ ഞങ്ങളില്ല. അപ്പൊ ഒരു സുഖല്ലേ എനിക്ക്. പിന്നെ അതേപോലെ അല്ല കേട്ടോ, നമ്മള് വിളിച്ച അമ്മ ഇങ്ങോട്ട് പോരും, മക്കള് വിളിച്ച അമ്മ ഇങ്ങോട്ട് പോകൂല അല്ലേ? അല്ല, ബാബു വിളിച്ചിട്ടുണ്ട്. അപ്പൊ അൻഷിതാനും കുട്ടികളും കൊണ്ടാ. പിന്നെ അപ്പൊ ഞാൻ പോവില്ല. പിന്നെ ഉമ്മനെ ഞങ്ങൾ എങ്ങോട്ടുണ്ടെങ്കിലും വിളിച്ചു. കാരണം കുട്ടികളെ ഈ അല്ലൂസിലൊക്കെ എവിടെയും അടങ്ങി നിക്കണമെന്നുണ്ടെങ്കിൽ ഇമ്മന്നെ വേണം. വേറെ ആരും പറഞ്ഞാലും കേൾക്കൂല. അമ്മേനെ കിട്ടോ എന്ന് വെച്ചാൽ ഇതിന്റെ വേറെ മക്കൾ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി അൻസിദാനെയും ഉണ്ടാവില്ലല്ലോ വിചാരിച്ചാണ് പോകുന്നത്. 4 ആൺകുട്ടികളുണ്ടോ? അല്ല, അതേമാതിരി തന്നെ നിങ്ങൾ രണ്ടാളും കരുതിക്കണേ. ശരിക്കും മേലെ പറയുന്ന കരുതിയേ എല്ലാരോടും പറയല് നല്ല സ്വഭാവമാണ്. അതുകൊണ്ട് എല്ലാരും ചോദിച്ചാൽ അവിടെ പോയി നിക്കാൻ തോന്നണം ഞമ്മക്കൊരു വീട്ടില്. അതുപോലെ സ്വഭാവം നന്നാണെങ്കിൽ മക്കളെ പെരയിൽ നിക്കണ മാതിരി ഒരു വെറുപ്പില്ല. അതേപോലെ ഇത് ഞങ്ങളൊരു ഉമ്മ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അൻസിദാന്റെ ഉമ്മ എന്ന് പറയല് നമ്മള്. അതായത് അൻസിദാനെ കെട്ടിച്ചോടുത്തത് ഉമ്മയാണ്, പക്ഷെ നമ്മൾ അൻസിദാന്റെ ഉമ്മ എന്നാണ് പറയല്. അതായത് നമുക്ക് ഈ ഉമ്മയും മറ്റേ വല്യമ്മയും ഒക്കെ ഒരു ഗണത്തിൽ പെട്ട ആൾക്കാരാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എങ്ങോട്ട് പോവാണെങ്കിലും വണ്ടിയിൽ സ്ഥലം ഉണ്ടോ? അടുത്ത ആൾക്കാർക്ക് ഇങ്ങനെ സെലക്ഷന്. എന്നിട്ട് ഇവരിതൊക്കെ ഈ ഉമ്മാൻ്റെതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഈ മറിയമ്മമായി അസീനമ്മായി ഇവരൊക്കെ വിളിച്ചലുള്ളൂ അല്ലേ? എങ്ങോട്ട് പോയത്? ഈ മാമ വരെ എന്നിട്ട് വരലുള്ളൂ എന്നാ പറഞ്ഞേ. അതായത് ഇമ്മാരെ കൊണ്ടുപോയിട്ടുള്ളൂ നമ്മൾ എന്ത് പരിപാടിക്കും നിൽക്കല്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അൻഷിതി മാക്സിപ്പങ്ങളും മൂക്കുത്തിപ്പങ്ങളും എന്താ ഇങ്ങനെ കുടിക്കാണ്ട് മാക്സിപ്പങ്ങളും മൂക്കുത്തിപ്പങ്ങളൊക്കെ വീട്ടിലേക്ക് പോയിട്ട് ഗൈസ്. വീട്ടിലേക്കല്ല, കാരണം കുഞ്ഞുണ്ണി ഇന്നലെ രാവിലെ വരെ ഉറങ്ങിയിട്ടില്ലോള്. രാവിലെ വരെ ഓളവിടെ ചീട്ടല് കളിച്ച് ഉത്തർന്നാണ്ട് വൈകുന്നേരം ഇന്നിപ്പോ രാവിലെ ഓള് പഠിച്ചാൻ പോയിക്കടാ. എന്ത് മെന്റലിസം ഒക്കെ മെന്റലായിട്ടില്ലേ കാണാ. കാരണം ഉറക്കം വെച്ചാണ്ടാണ് ഒരു ദിവസം ഫുള്ള് ഉറങ്ങാതെ വെക്കണതേ. കാര്യത്തില് നല്ല രസമുണ്ടാവും. എന്നിട്ട് ഓളെ ക്ലാസ്സിൽ വേറെല്ലോർക്ക് അൻസിത പിന്നെ എന്നും ഉദ്ഘാടനം, സമ്മേളനം, സെക്രട്ടേറിയറ്റിൽ കല്ലേറ്. അതായത് നമ്മളെ ഈ പരിപാടിക്ക് ഈ ബംഗാളികളെയൊക്കെ കൊണ്ടുപോലും 500 ഉറുപ്പിക എടുത്താണ്ട് അതേമാതിരി എല്ലാ സമരത്തിനും നേതൃത്വം നൽകും. എന്നിട്ട് പള്ളർച്ച അടിയും കിട്ടിയിട്ട് പോരും ചെയ്യും ലാസ്റ്റ് ചാർജില്. എന്താണ് എന്താണ് ഇനി അതിന്റെ ട്രൗസറോ പോയി കുഞ്ഞോളെ തగ్గതിന്റെ അടിയില്. അതിന്റെ ഫാമിലി ഫോട്ടോ ആർക്കടി ഇവിടെ ഫാമിലി ഉള്ളത്? ഞങ്ങളൊക്കെ നിങ്ങളെ ഫാമിലി എവിടെ പോയി പോരി പോ. ഓളെ ബഫ കണ്ടപ്പോളേ സംഗതി ഇഡലിയും ഫുഡിനെ കുറിച്ച് പറയണം കേട്ടോ. ഫുഡ് അടിപൊളിയാണ്, സൂപ്പറായില്ലേ? ചായ വരെ നല്ല ടോപ്പ് സംഭവം. എല്ലാരും ഓളാണ് പറഞ്ഞോട്ടെ. ഫുഡിന്റെ ടേസ്റ്റ് നമ്മൾ എടുത്ത് പറയണം. അത്രയും ടേസ്റ്റ്. അതായത് ഫുഡ് നിങ്ങൾ ഇവിടെ തന്നെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ല ബെനിഫിറ്റ് ആയിരിക്കും. അടിപൊളി ഫുഡ്. ഈ ആർക്കും ആഗ്രഹം ഓക്ക് അങ്ങനെ എന്തൊക്കെ ആഗ്രഹം ഉണ്ടമ്മ. നിങ്ങൾ നേരത്തെ അതിന് നിന്നാലേ അവിടുന്ന് ആട്ടുമല്ലേ. ടൈം കുറെ നിക്കണ്ടേ നിക്ക് ഞാൻ അടുത്തരാ. നിങ്ങൾ ആരും നിക്കണില്ലല്ലോ. കുറച്ച് കുട്ടികൾ അവിടെ, കുറച്ച് കുട്ടികൾ ഇവിടെ. ആയിട്ടങ്ങളെ കുട്ടികളെ വിളിച്ചിട്ട് കിട്ടൂല. സോനോലെ എല്ലാരും നിർത്തിട്ട് ഫോട്ടോ എടുത്തെടുത്ത. അപ്പൊ നമ്മളെ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നിന്നതാണ്. വല്യമ്മ ഉണ്ട്, ആനുണ്ട്, ഇതാക്കണ ഒരുവിധം ടീമുകൾ മൊത്തം ഉണ്ട് കേട്ടോ. എടുത്തിക്കണം, എല്ലാരും എടുത്തിക്കണം. പോയിക്കോട്ടെ. ഇതാവുമ്പോ എന്താ പറയാ, ഫോട്ടോ അല്ലാതെ മുഫീദാക്ക് ഫോട്ടോ വേണം. ഇത്രയും വീഡിയോസ് അതിലുണ്ടായിട്ട് ഇനിയിപ്പോ 10 കൊല്ലം കഴിഞ്ഞാലും ഒക്കെ കാണാ വീഡിയോ മൊത്തം ട്രിപ്പ് വ്ളോഗ്.
ഞാൻ മരിച്ച എല്ലാവരും 2 ഗ്യാസിന് കൂടി എത്ര ഉണ്ടാവും ഒക്കെ പേര് കുട്ടികളെ ആ സൗണ്ട് ഇട്ടിട്ടില്ലല്ലോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ല ഇതിലിപ്പോ ഫുള്ളായോ ഇനി ആർക്കാണ് സീറ്റില്ലാത്ത ജന പോണേ എന്നാ വേഗം കയറ് പോയിട്ടേ അത് കൊള്ളുപ്പ ഇനി അതില് റഷ്യയിലും ഒക്കെ തന്നെ ഉള്ളു അതിൽ കൊള്ളും ധര മാമേ മുഫീദ പിന്നെ ആരാ ഇതുമാരൊക്കെ പോണേ റാഷിദ പോയിരുന്നില്ലേ നിങ്ങളെ ഓട്ടോറിക്ഷയുടെ മുന്നിൽ വെച്ചല്ലേ നാസിനമ്മനെ അമ്മായ ഓട്ടോറിക്ഷയുടെ മുന്നിലിരുന്നോ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിന്ന് നേരെ ലൈവിക്കാണ് കയറിട്ടോ അപ്പൊ ലൈവിൽ ഇതാക്കുന്ന നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ചീഫ് ഗസ്റ്റ് സഫീർ അലി മാനുണ്ട് അപ്പൊ ഗൈസ് ഈ വ്ളോഗ് നാളെ കാണട്ടെ നിങ്ങൾക്ക് ഇത് ലൈവിൽ പറഞ്ഞതാട്ടോ അപ്പൊ ലൈവ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മുടെ സഫീർ അലി മാനാണ് ഇന്നത്തെ ലൈവിലെ ഗസ്റ്റ് കേട്ടോ അപ്പോ മാനെ എന്താണ് ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് അവസരത്തിൽ പറയാനുള്ള എന്താ വെച്ചാല് ഇപ്പൊ ക്ഷയിക്കുന്ന ക്ഷീണിതനാണ് സമയം ഒരുപാട് അയക്കണ് ഫുഡ് കഴിക്കണം കടന്നുറങ്ങണം അതല്ല ഇങ്ങനെ കരുതിയില്ല എന്നെ കുറിച്ച് കുറെ മോശം കമന്റ് വരും ബാഡ് കമന്റ് വരും എന്നൊക്കെ വിചാരിച്ചപ്പോ ചിലപ്പോ പക്ഷെ എല്ലാരും ഓക്കെ അല്ലേ ഒന്നോ രണ്ടോ ചെത്തലാളുണ്ടാവും മൈൻഡ് ചെയ്യണം എല്ലായിടത്തും ഉണ്ടാവുന്നേ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് മനുഷ്യന്മാരെ നമ്മൾ വിചാരിച്ച പോലെയല്ല ആളുകൾക്ക് ഞാൻ ആരാന്ന് അറിയാം മനസ്സിലാവും എന്നെ മനസ്സിലാവും പിന്നെ മലയാളം അറിയില്ല ഇപ്പോൾ പിന്നെ ഗൈസ് അപ്പൊ നമ്മുടെ മാന അറബി ഒരു പെണ്ണ് കെട്ടിയിട്ടുണ്ട് പുതിയതായിട്ട് എന്തിനാടാ പാകത്തിനാണ് അപ്പൊ നമ്മള് സൗദിന്ന് കൊണ്ടുവന്നാട്ടോ അതായത് മാനവിടെ ഹൗസ് ഡ്രൈവർ ആയിട്ട് വർക്ക് ചെയ്തതിന് അങ്ങനെ യൂണിവേഴ്സിറ്റി കൊണ്ടുനടക്കുന്ന പണി യൂണിവേഴ്സിറ്റിയില് എന്താ കുട്ടികൾ അല്ലെ ഓളെ കോളേജിൽ ആയി കൊടുക്ക അവിടുന്ന് അങ്ങനെ നമ്മൾ ഇഷ്ടത്തിലായി പിന്നെ അങ്ങനെ മാന ജോലിയൊക്കെ നിർത്തി അറബി ചള്ളൊക്കെ ഒരടി അടിച്ചിക്കണോണ്ടല്ലേ ചെറിയോണ്ട് അടുത്ത് അടുത്തോ അങ്ങനെ അറബി ചവിട്ടാനി കുറ്റിക്ക് അടിച്ചു എന്നുള്ളൊരു ചീത്തപ്പേരുമായി പിന്നെ അതന്നെ അങ്ങനെ ചെയ്തതാണ് പക്ഷെ അറബി ചവിട്ടാനി കുറ്റിക്ക് അടിച്ചു എന്നുള്ളതാണ് നാട്ടില് പാട്ടായത് ആൾക്കാർ എന്തൊക്കെ എന്നെ പറ്റി പറയുന്നുണ്ട് അങ്ങനെ ഇതില്ല ആൾക്കാർ എന്നെ പറ്റി എനിക്ക് ഫുൾ സപ്പോർട്ടാണ് അങ്ങനെ അപ്പളേ ഷാനിബ എന്താ അറബിച്ചി അപ്പളേ ഇവിടെ വലിയ അഖിലേന്ത്യാ ബിരിയാണി കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഞങ്ങളൊന്ന് ഉണ്ടാക്കിയ കാരണം ഒന്ന് കഞ്ഞി വെക്കാനൊക്കെ ഇരുന്നീന് അപ്പൊ ഞാൻ കുഞ്ഞോട് പച്ചരി വറ്റിച്ചതാണെന്ന് പറയാം അപ്പൊ ഗൈസ് അങ്ങനെ മാനും ഷാനിബിയും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മള് ടേബിളിലേക്ക് സൗദി ചെയ്യണം അങ്ങനെ നടക്കടി എടി ആ ലൈറ്റ് ഇട്ട് കൊടുത്താ കഴിയേ അതിൽ തട്ടിക്കൂട്ടിയതല്ല ഞങ്ങൾ വെച്ചത് തന്നെയാണ് പക്ഷെ കുഞ്ഞോക്ക് മാറ്റി കുഞ്ഞോളോട് ഞാൻ പറഞ്ഞേ കുഞ്ഞോക്കും മാത്രല്ല അല്ല കുഞ്ഞോളോട് ഞാൻ പറഞ്ഞേ ചോറ് എന്താ മട്ട അപ്പോൾ വേവ് എറിയിക്കണ എങ്ങനെ മാന കൊടുക്ക ഞാൻ പറഞ്ഞ മാനാണ് അതൊക്കെ ഇനിയിപ്പോ വേവ് എറിയാലും അതിനിപ്പോ കഞ്ഞി ആക്കിയാലും അത് മാൻ തിന്നോളും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് ആകെ പേടി ഷാനിബാനാണ് പ്രശ്നമുള്ളൂ ഷാനിബാന്റെ കാര്യത്തിലുള്ള ഞങ്ങൾക്ക് ബേജാർ മലയാള ഫുഡ് കഴിക്കൂലേ അല്ല നമ്മളെ ലൈവിലുള്ള ആൾക്കാർ ഇവിടെ ഇല്ലല്ല ഇവിടെ ഉണ്ട് അപ്പളേ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മളെ ലൈവ് ഇവിടെ ഫിനിഷ് ചെയ്യാണ് എന്താ വെടി വാ നമുക്ക് എല്ലാരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടേ അതേപോലെ മാക്സി പെങ്ങൾ ഉണ്ടായിട്ടോ ഇവിടെ നിന്ന് ബാക്കില് ഇങ്ങോട്ട് വാ അത് പാടുവോ കാര്യത്തിൽ പാടൂടി എന്നാ പാട്ട് പാടി അതിന് പാട്ട് ഇവിടെ ഒന്നും ഉണ്ടായിട്ട് എന്താ പ്രതിമ ഒരു അറബി ആയതുകൊണ്ട് അക്ഷരതെറ്റുകൾ ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾ ആരും കളിയാക്കരുത് കേട്ടോ പാടലുണ്ടോ പാടലുണ്ട് പക്ഷെ ഇവിടെ 4 ആൾക്കാർ ഈ 500 ആൾക്കാർ മുമ്പിൽ പാടാൻ എന്താ ആയിക്കോക്കണ്ട ഇജ്ജ് പാടിയാ മതി ഇത് പിടിച്ചോ ഇത് എനിക്ക് കഴിയണ 2 വരി പാടിയാ മതി അത് പ്രശ്നമല്ല എന്നാ അതൊന്നും വലിയ കേസൊന്നും അല്ല ഇപ്പൊ ഇതൊരു പാട്ട് പാടാനും പറ്റാത്ത
വലിയ പാട്ടുകാരായിട്ടൊന്നല്ല ഇപ്പൊ അത് കുറവാ. മാ കണ്ണോട് കാട്ടിടി, അത് കയ്യിൽ പോയി. മാനോട് ഇങ്ങനെ കാട്ടി കൊങ്കണ്ണ മാൻ പേടിച്ചോ. അതില് മാനൊക്കെ മാനോട് ചിരിച്ചിട്ട് അന്നെ വേണ്ട മാനെ ഉള്ളു കൂടെ ഒതുക്കി. അപ്പൊ ഗൈസ് അപ്പൊ ഇവിടെ പാടൂല കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ ലൈവ് ഇവിടെ തീരണം. എടി വാ. അപ്പൊ നമ്മളെല്ലാരും നീച്ചാണ്ട് നമ്മളെ ലൈവ് തീരുമാനിച്ച ഇവിടെ ജനഗണമന ദേശീയ അതൊന്ന് കൊടുക്കേ. എല്ലാവർക്കും സുഖം, എല്ലാവരും ദുആ ചെയ്യാനൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും പറയും. എല്ലാവർക്കും ഞാൻ പറയാം, എല്ലാവർക്കും സുഖമാണോ? വീണ്ടും നാളെ ബൈ ബൈ. അപ്പൊ ഗൈസ് ഇനി നമ്മളെ ലൈവ് കഴിയുമ്പോഴുള്ള ജനഗണമനയിലേക്ക് കിടക്കാം. നീച്ചിക്ക് ജനഗണമനയിൽ നമ്മളെ ലൈവ് കഴിയുമ്പോ നമ്മളന്ന് ജനഗണമന ഉണ്ടാവില്ല കേട്ടോ. അയ്യോ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ലൈവോടെ ഫിനിഷ് ചെയ്യാൻ പോവാണ്. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാതാ പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ രാവിലെ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധിരംഗ തവ ശുഭ ആശിഷ മാരേ തവ ശുഭ ആശിഷ മാരേ ഗാഹേ തവ ജയ ഗാഥാ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാതാ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ ജയ 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 ലൈവ് ഡിസ്മിസ്. അപ്പൊ ഗൈസ് നാളെ വൈകുന്നേരം 8 മണിക്ക് കൃത്യം 8 മണിക്ക് നമ്മൾ വീണ്ടും ലൈവിൽ വരുന്നതാണ് മറ്റൊരു ഗസ്റ്റുമായി. അതുവരേക്കും എല്ലാവർക്കും ഐ ലവ് യു. ഓക്കെ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലൈവിലെ നമ്മുടെ ഗസ്റ്റ് ആയിരുന്ന സഫീർ അലിമാൻ. എന്താണ് നമ്മുടെ ലൈവിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ലൈവ് പൊളിച്ചു, ഷറായോ, അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നാളെയും പറ്റുമെങ്കിൽ ഞങ്ങൾ വരണ്ട്. അതായത് ഒരു രസമാണ് കമന്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കി വായിച്ച്. കാരണം എന്താ വെച്ചാൽ നമ്മളെ പറ്റി പുകയറ്റി പറയുന്നൊക്കെ മാൻ ഫാൻസ് പാലക്കാട്ടുനിന്നും ചേളാരിന്നൊക്കെയാണ്, ചേളാരിന്നുണ്ട്. അല്ല, ഇത് സൗദി അല്ലേ? സൗദി. അപ്പൊ മാന് സൗദിന്ന് ചാടിച്ചോണ്ടെന്നാ കേട്ടോ. എന്റെ വീഡിയോ കണ്ടുകൊണ്ട് പറ്റിയ അല്ല, വീഡിയോ എന്റെ പറ്റാൻ കാരണം എന്താ വെച്ചാല് ഞാൻ ഒന്ന് ഡ്രൈവറായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ വീഡിയോസ് കാണും ചെയ്യും. ചൊറുക്കുണ്ടല്ലോ അതിന് ചൊറുക്കുണ്ടല്ലോ. എന്നാലേ പിന്നെ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ചോറും ഇതൊക്കെയാണ്. ഇരുന്നാണ്ടേ അതങ്ങോട്ട് കഴിച്ചാണ് രണ്ടാളും. എടേ ഇരുന്നാടി, കൈ കഴിക്കാണ്ട് ഇരുന്നാണ് രണ്ടാളും. അറബിച്ചൊക്കെ ഇരുന്നാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സീന് നമ്മളിതിൽ കാണിക്കാൻ പറ്റൂല. കാരണം നമ്മള് അറബിക്ക് അതൊന്നും ഇഷ്ടല്ലേ മാനെ? പെണ്ണുങ്ങൾ കണ്ടാ കുഴപ്പമില്ല, ഒരുപാട് ആണുങ്ങൾ കാണാൻ കൂടി അല്ലത്. ഒന്നാമത് ഭക്ഷണം കഴിക്കുമ്പോ പിന്നെ മാസ്ക് ഇടാനും പറ്റൂല. മാസ്കിന് ഓട്ടത്തേണ്ടി വരും. അല്ലെങ്കിൽ പബ്ലിക്കില് എന്താ വെച്ചാൽ മോൻ കാണിക്കാന്ന് പറയാ ഹറാമാണെന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആയിക്കോട്ടെ, എന്നാ വേണ്ട, നമ്മൾ ഇനി പോലെ ഹറാമ പോലെ നമ്മൾ ഇതാക്കണം, ഇടങ്ങാറാക്കണം. ഇരിക്കുന്ന ഇരിക്കട്ടെ അറബിക്കേ.